ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കറികളൊക്കെ സിമ്പിളാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ മീനും ഇറച്ചിയൊക്കെ ആകുമ്പോൾ ഈ പ്രാവശ്യം സൺഡേ ആയിട്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് കറികളാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കറികൾ ഒന്ന് പരിപ്പ്, തക്കാളി, നാളികേരം അരച്ച് നമ്മൾ വെച്ചിരിക്കുന്നു. പിന്നെ വഴുതനങ്ങ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി, മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ ഞാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കുന്ന ഒരു കറി പപ്പടം കൊണ്ടൊരു ഉപ്പേരി. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അതുണ്ടാക്കാൻ പോവാണ്. നമ്മൾ പപ്പടം കൊണ്ടൊരു ഉപ്പേരി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അതിന് കുറച്ച് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ പപ്പടം നമ്മൾ നന്നായി പൊടിച്ചു കേട്ടോ. പപ്പടം നന്നായി പൊടിച്ചു. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് സാധാരണ ഉപ്പേരി ഉണ്ടാക്കണ പോലെ ഉള്ളിയും മുളകും, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇത് മൂപ്പിച്ച് ഇടിമുളക് അതിലിട്ടിട്ട് നമ്മൾ ഈ പപ്പടം ഉപ്പേരി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ സ്റ്റൗ കത്തിക്കാൻ പോവാണ്. സ്റ്റൗ കത്തിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചോളാം. ഇത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്. വെളുത്തുള്ളി തൊലി കളയണ്ട കേട്ടോ, അതാണ് ടേസ്റ്റ്. കളയണവർക്ക് കളയാം, പക്ഷെ ഇത്തിരി കൂടെ നല്ലത് വെളുത്തുള്ളി തൊലി കളയാത്താണ്. ഞാൻ ഇടുന്നതാണ് പറയുന്നത്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് അതിലിട്ടു. മൂത്ത് വരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിയും മൂത്തുട്ടാ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂത്തു. കഴുകി വെച്ചിട്ടുണ്ട് കറിവേപ്പില, 2-3 കതിര് കറിവേപ്പില. നിങ്ങളും ഉണ്ടാക്കി നോക്കിയോ കേട്ടാ. ചിലർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കാം. നല്ലോണം മൂത്തു. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ടു. അതിലേക്ക് ഇടിമുളക്, ചതച്ച മുളക് കേട്ടോ. ചതച്ച മുളകിട്ട് മൂത്ത് വന്നപ്പോ നമ്മൾ പപ്പടം വറുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഇത്. പപ്പടം കൊണ്ട് അടിപൊളി ഒരു ഉപ്പേരി, ഭയങ്കര ടേസ്റ്റാ. കണ്ടോ, നല്ലോണം മൂത്ത് വേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആയപ്പോ നല്ലൊരു സ്മെല്ല് വന്നു. നല്ല സ്മെല്ലായിട്ടാ. അപ്പൊ അതെ, ഈ പൊടിച്ചു വെച്ചിട്ടുള്ള പപ്പടം വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ചിലവർക്ക് അറിയായിരിക്കും. അപ്പൊ അവരൊക്കെ ചെറിയ പപ്പടാക്കിയിട്ട് നോക്കത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിലിട്ടിട്ട് നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ പപ്പടം കൊണ്ടുള്ള ഉപ്പേരി റെഡി. ഇതിനിടയിൽ പറയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ഗീത ആൻഡ് നെറ്റൂസ് എന്നുള്ള ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, പപ്പടം കൊണ്ടുള്ള ഉപ്പേരി റെഡിയായി.